ഇന്ത്യൻ ചരിത്രത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ എന്ന ഒരു ടോപ്പിക്കിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങൾ ദത്തവകാശ നിയമം, 1848 ദത്തവകാശ നിരോധന നിയമവും, അതുപോലെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 രണ്ട് നിയമങ്ങൾ വന്നു. അത് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമവും ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമവുമാണ്. പിന്നീട് വന്നത് 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. ഈ 5 നിയമങ്ങളാണ് ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത്. പിന്നീടുള്ള പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത്, പിന്നീട് മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം, തദ്ദേശീയ ജനതയുടെ മതജാതീയ ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, കാർഷിക മേഖലയിലെ അസംതൃപ്തി, ശിപായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വന്ന അവഹേളനവും. ദീർഘനേരമുള്ള ജോലിയായിരുന്നു, എന്നാൽ അവർക്ക് അവധി കൊടുത്തിരുന്നില്ല, അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഇതൊക്കെ അതിനുള്ള കാരണമായി. പിന്നെ അടിമകളോടെന്ന പോലെയായിരുന്നു മേലുദ്യോഗസ്ഥന്മാർ ഈ താഴെയുള്ള സൈനികരോട് പെരുമാറിയിരുന്നത്. കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം 1857 വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങളായി മാറി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുള്ള അടിയന്തര കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കുകളും തിരകളും നൽകിയത്. ഈ തിരകളിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഈ തോക്കുകളിലെ തിരകളിൽ എന്തുപയോഗിച്ചിരുന്നു? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് വാർത്ത പ്രചരിച്ചത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. പുതിയ തരം തോക്കും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1857 ജനുവരിയാണ്. വർഷങ്ങൾ ഓർഡർ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. 1856 ഈ തോക്കുകളും ഈ തിരകൾ, പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ച തിരകൾ ഉപയോഗിക്കാൻ സൈനികരെ പ്രേരിപ്പിച്ചത്. ഇത് നിർബന്ധപൂർവ്വം സൈന്യത്തിൽ അങ്ങ് അടിച്ചേൽപ്പിച്ചു. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1857 ആദ്യം ജനുവരിയോടുകൂടിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട എന്നാണെന്ന് ചോദിച്ചാൽ അടുത്ത ഡേറ്റ് വരികയാണ് 1857 മെയ് 10-നാണ്. അന്നേരം 1857 മെയ് 10. നിർബന്ധപൂർവ്വം വരെയും കൊണ്ട് ഉപയോഗിച്ചത് 1857. 1857 വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ്. 1857 വിപ്ലവത്തിനൊരു ചിഹ്നമുണ്ടായിരുന്നു. അത് എന്തുവാണെന്ന് ചോദിച്ചാൽ താമരയും ചപ്പാത്തിയുമായിരുന്നു. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപ്പായി ലഹള. ഡബിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. പിന്നെ ഈ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അഡ്ജുറ്റന്റ് ലഫ്റ്റനന്റ് ബോംഡെ ഹെൻറി ബോഗും മേജർ ജെയിംസ് ഹ്യൂംസണും. അന്നേരം അഡ്ജുറ്റന്റ് ലഫ്റ്റനന്റ് ബോംഡെ ഹെൻറി ബോഗ്, മേജർ ജെയിംസ് ഹ്യൂസൻ. മംഗൾ പാണ്ഡെ വധിച്ചു എന്നാൽ അദ്ദേഹം PSCയുടെ ഉത്തരം ബോഗാണെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം വധിച്ചിട്ടില്ല. മംഗൾ പാണ്ഡെയുടെ കുറ്റവിചാരണയിൽ മൊഴി നൽകിയ ശേഷം ഇദ്ദേഹം രാജിവെച്ചു അല്ലെങ്കിൽ വിരമിച്ചു പോവുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജുറ്റന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് ഹെൻറി ബോഗ്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട ഒരു സൈനികനുണ്ടായിരുന്നു. അതാരാണ്? ജമീന്ദാർ ഈശ്വരി പ്രസാദ്. ആരാണത്? ജമീന്ദാർ ഈശ്വരി പ്രസാദ്. ജമീന്ദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 21-നാണ്. എന്നാൽ 1857 ജനുവരിയിൽ പുതിയ തരം തിരകൾ ഉപയോഗിച്ച തോക്കുകൾ ഇവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഉപയോഗിച്ചു. 1857 മെയ് 10-ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 1857 ഏപ്രിൽ 21-ന് മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിക്കാത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥനായ ജമീന്ദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റി എന്നാണ് 1857 ഏപ്രിൽ 21.
മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനുണ്ട്. അതാണ് ഷേഖ് പൽത്തു എന്നായിരുന്നു അയാളുടെ പേര്. എന്താണ്? ഷേഖ് പൽത്തു എന്നാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷമാണ് അടുത്തത് 1757 ഏപ്രിൽ 8. അന്നേരം ആദ്യമേ മംഗൾ പാണ്ഡെയെ പിടികൂടി തൂക്കിലേറ്റിയ ശേഷമാണ് ജമീന്ദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത്. മംഗൾ പാണ്ഡെ 1757 ഏപ്രിൽ 8 തൂക്കിലേറ്റുന്നു. ഈശ്വരി പ്രസാദിനെ 1757 ഏപ്രിൽ 21 തൂക്കിലേറ്റുന്നത്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട അല്ലെങ്കിൽ 34th ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ബാരക്പൂർ ആയിരുന്നു അതിൻ്റെ ആസ്ഥാനം. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാവരെയും ആദരിച്ചുകൊണ്ട് മിക്കവാറും തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. മംഗൾ പാണ്ഡെയും ആദരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അത് 1984 1984 ആ സ്റ്റാമ്പിൻ്റെ എത്ര രൂപ സ്റ്റാമ്പായിരുന്നു ചോദിച്ചാൽ അത് 50 പൈസയുടെ സ്റ്റാമ്പായിരുന്നു 1984. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കിയ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെന്തുവാ? മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. സിനിമയുടെ പേര് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ്. ഇതിൻ്റെ സംവിധായകനാണ് കേതൻ മേത്ത. ഇതിൽ മംഗൾ പാണ്ഡെയായിട്ട് വേഷമിട്ടിരിക്കുന്ന ആരാണ്? അമീർ ഖാനാണ്. അന്നേരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെയുടെ പേര് സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1984. മംഗൾ പാണ്ഡെയുടെ പേര് സിനിമ ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ? മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്നാണ് സിനിമയുടെ പേര്. അതിന് സംവിധായകൻ കേതൻ മേത്തയാണ്. ഇതിൽ മംഗൾ പാണ്ഡെയായിട്ട് അഭിനയിച്ച വ്യക്തി ആരാണ്? അമീർ ഖാനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തേത് നമ്മളൊരു മുഗൾ രാജാവിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സെക്കൻഡ്. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം, അതുപോലെ ഈ വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശവും ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്ന് തിരിച്ചു പിടിച്ച ആദ്യത്തെ പ്രദേശവും ഒന്ന് തന്നെയാണ്. അത് ഡൽഹിയാണ്. അന്നേരം വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശവും ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും ആദ്യം പിടിച്ചെടുത്ത പ്രദേശവും ഡൽഹിയാണ്. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരെയാണ് പ്രഖ്യാപിച്ചത്? ബഹദൂർ ഷാ രണ്ടാമനെ, അല്ലെങ്കിൽ ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന് പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഒരു രാജാവൊക്കെ എന്ന് പറയുമ്പോൾ അയാളൊരു വിളംബരം പുറപ്പെടുവിച്ചാൽ കുറേ ജനങ്ങളും കൂടെ ഈ വിപ്ലവത്തോട് കൂടിച്ചേരും. അതിനുവേണ്ടി ഒരു വിളംബരം ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ പുറപ്പെടുവിച്ചായിരുന്നു. ആ വിളംബരത്തിൻ്റെ പേരാണ് അസംഗഡ് വിളംബരം. എന്താണ്? അസംഗഡ് വിളംബരം. ഈ വിളംബരം എന്നാ പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചാൽ 1857 ആഗസ്റ്റ് 25. അതാണ് 1857 ഓഗസ്റ്റ് 25. അത് ഓർത്ത് വെക്കാൻ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 ദിവസം കൂടെ കഴിഞ്ഞ് ആ ഡേറ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ആഗസ്റ്റ് 25. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം, ആഗസ്റ്റ് 25. 1857 നമുക്ക് എന്തായാലും ഓർമ്മ വരും. പിന്നെന്നാണ് ആഗസ്റ്റ് 25. ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സുബൈദാറായി ഒരു സേവനമനുഷ്ഠിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളായിരുന്നു ഫത്ത് ഖാൻ. ബഹദൂർ ഷായുടെ കൂടി നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നതാണ് ഫത്ത് ഖാൻ. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചുപിടിച്ച ആദ്യത്തെ പ്രദേശവും അതുപോലെ തന്നെ വിപ്ലവകാരികൾ പിടിച്ചെടുത്ത ആദ്യ പ്രദേശവും ഡൽഹിയാണ്. ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. ആരാണ്? ജോൺ നിക്കോൾസൺ. ഇദ്ദേഹത്തെയാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. അതായത് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ നിക്കോൾസൺ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും അതുപോലെ പൗത്രന്മാരെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതാരാന്ന് ചോദിച്ചാൽ ഹോഡ്സൺ ആണ്. അദ്ദേഹം വില്യം ഹോഡ്സൺ. അന്നേരം ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയത് വില്യം ഹോഡ്സൺ അല്ല, ജോൺ നിക്കോൾസൺ ആണ്. അദ്ദേഹമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നും അറിയപ്പെടുന്നത്. എന്നാൽ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ്റെ മകനെയും അതുപോലെ പൗത്രനെയും പുത്രന്മാരെയും എല്ലാം വിചാരണ പോലും കൂടാതെ വെടിവെച്ച് വന്നു. അയാൾ ഹോട്ടായിട്ട് അങ്ങ് വെടിവെച്ച് വന്നു എന്നാണ്. ഹോഡ്സൺ. പിന്നെ കിട്ടിയ ചൂടോടെ തന്നെ വിചാരണയ്ക്കൊന്നും നിന്നില്ല, അന്നേരം വെടിവെച്ച് വന്നു. അതാണ് ഹോഡ്സൺ.
ബഹദൂർ ഷാ രണ്ടാമൻ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നും പിടികൂടാൻ നേതൃത്വം നൽകിയത് ഈ വില്യം ഹോഡ്സനാണ്. അന്നേരം വേറൊരു ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെ ആരുടെ ശവകുടീരത്തിൽ നിന്നാണ് പിടികൂടിയതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്ന്. ഇതിനെ സഹായിച്ചത് വില്യം ഹോഡ്സനാണ്. വില്യം ഹോഡ്സൺ. പിടികൂടിയത് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. 1757 സെപ്റ്റംബർ 20 ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്ന് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നത്. ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലം ഏതാ? റംഗൂണാണ്. എങ്ങോട്ടാണ് നാട് കടത്തിയത്? മ്യാൻമാർ. റംഗൂൺ. മ്യാൻമാറിലെ റംഗൂൺ. റംഗൂണിന് ഇപ്പോൾ ഒരു പേരുണ്ട്, യാങ്കോൺ എന്നാണ്. യാങ്കോൺ. ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിൽ വെച്ച് മരണപ്പെട്ട വർഷം 1862. 1862 ബഹദൂർ ഷാ രണ്ടാമൻ മരണപ്പെട്ടു. അടുത്ത വ്യക്തിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം. അന്നേരം ഝാൻസി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ଝാൻസി റാണി ഈ വിപ്ലവത്തിലേക്ക് വരാൻ കാരണം. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത വർഷം 1853. 1853 ഝാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അന്നേരം ദത്തവകാശ നിരോധന നിയമപ്രകാരം കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുറകിൽ പഠിച്ചു വരാം. ഝാൻസി റാണിക്ക് മറ്റു പേരുകളുണ്ട്. അതിൽ ചോദിച്ചിട്ടുള്ളതാണ് മണികർണിക, മനുഭായി, ഛബേലി, ലക്ഷ്മിബായി. മണികർണിക, മനുഭായ്, ഛബേലി, ലക്ഷ്മിബായി. മനുഭായ്, മണികർണിക, ഛബേലി, ലക്ഷ്മിബായി ഇതൊക്കെ ആരുടെ പേരുകളാണ്? ഝാൻസി റാണിയുടെ പേരുകളാണ്. ഇനി ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ദത്തവകാശ നിരോധന നിയമം എന്ന് ചോദിച്ചാൽ, അനന്തരാവകാശികളില്ലാതെ ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ദത്തെടുത്തിട്ട് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും ഇപ്പോൾ അനന്തരാവകാശികളില്ലെങ്കിൽ ആ രാജാവിൻ്റെ കാലം കഴിയുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഈ സാമ്രാജ്യം അല്ലെങ്കിൽ ഈ നിയമപ്രകാരം ഈ നാട്ടുരാജ്യത്തെ ഇവരെന്തോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കും. അങ്ങനെ എന്താണ്, അനന്തരാവകാശികളില്ലാത്ത സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ നാട്ടുരാജ്യത്ത് നിന്ന് ഒരാളെ ദത്തെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഒരാൺകുട്ടിയെ ദത്തെടുത്ത് അവന് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ 1848 ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയപ്പം തൊട്ട് എന്ത് ചെയ്തു? ഈ രീതി അവസാനിപ്പിക്കുകയും പകരം എന്തോ ചെയ്യും, ആ രാജാവിൻ്റെ കാലശേഷം രാജ്യം എന്തോ ചെയ്യും, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇതായിരുന്നു ദത്തവകാശ നിരോധന നിയമം. ഇത് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി. ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? ഡൽഹൌസി ആയിരുന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമായിരുന്നു സത്താറ. സത്താറ എന്നാ കൂട്ടിച്ചേർത്തതെന്ന് വെച്ചിട്ടുണ്ട് 1848. അതായത് ഝാൻസി എന്നാ കൂട്ടിച്ചേർത്തത് 1853. ദത്തവകാശ നിരോധന നിയമപ്രകാരം ഒരുപാട് നാട്ടുരാജ്യങ്ങളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. എന്നാൽ ഒരു 5-6 നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു. അതെല്ലാം ഒന്ന് പഠിക്കാം. ആദ്യം കൂട്ടിച്ചേർത്തത് ഏതാണ്? സത്താറ 1848. പിന്നീട് വരുവാണ് സാമ്പൽപൂർ 1853. 53 സാമ്പൽപൂർ 1850. ഉദയ്പൂർ 1852. 1853 നാഗ്പൂർ. ഝാൻസി കൂട്ടിച്ചേർത്തത് 1853. അന്നേരം ഏതൊക്കെയാണ്? സാമ്പൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, സത്താറ. ഇതിൽ ആദ്യം കൂട്ടിച്ചേർത്തു സത്താറ. അവസാനം കൂട്ടിച്ചേർത്തത് ഏതാണ്? ഝാൻസിയാണ്. ഇനി കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ആവത് അല്ലെങ്കിൽ ഔദ്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്നായിരുന്നു ഡൽഹൌസി പ്രഭു ആവതിനെ വിശേഷിപ്പിച്ചത്. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? ആവതായിരുന്നു. ബംഗാൾ സൈന്യത്തിൻ്റെ നഴ്സറി ഏതാണ്? ആവതാണ്. ബ്രിട്ടീഷുകാർ ഔദ് പിടിച്ചെടുത്ത ശേഷം അവിടുത്തെ ഒരു നവാബായിരുന്നു വാജിദ് അലി ഷാ. ആ നവാബിനെ എന്തോ ചെയ്തു? കൽക്കട്ടയിലേക്ക് നാടുകടത്തി. അന്നേരം വാജിദ് അലി ഷായെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? കൽക്കട്ടയിലേക്കാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിങ് പ്രഭു 1859 കൊണ്ടുവന്നു. 1848 ഡൽഹൌസി പിൻവലിച്ചു. 1859 കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം അനൗദ്യോഗികമായി ഉപയോഗിച്ച് 1824 ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ. എന്നാണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 1824 അത് പിടിച്ചെടുത്തത്. കിട്ടൂർ ആയിരുന്നു. ഭർത്താവിൻ്റെയും മകൻ്റെയും മരണശേഷം
മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അവിടെ ഒരു കിട്ടൂർ ചിന്നമ്മ, ആ നാട്ടുരാജ്യത്തിൻ്റെ അധികാരിയായിരുന്ന ആളുടെ ഭാര്യയായിരുന്നു കിട്ടൂർ ചിന്നമ്മ. ഝാൻസിയുടെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യ എന്നവരാരായിരുന്നു? ഝാൻസി റാണിയായിരുന്നു. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ ഭാര്യ ആരാണ്? റാണി ലക്ഷ്മിബായിയാണ്, ഝാൻസി റാണിയാണ്. ഗംഗാധർ റാവുവിൻ്റെ മരണശേഷം അധികാരഭ്രഷ്ടനാക്കിയ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാമോദർ റാവു. അന്നേരം ഗംഗാധർ റാവുവിൻ്റെ ദത്തുപുത്രൻ ആരാണ്? ദാമോദർ റാവു. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ അസാദ് ഷാഹി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ആര്? ഝാൻസി റാണി. ഝാൻസി റാണിയുടെ ദത്തുപുത്രനാരായിരുന്നു? ദാമോദർ റാവു. ഝാൻസി റാണിയുടെ ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണി ഒരു റോസാപ്പൂ പോലെയാണ്, അതുകൊണ്ട് അതോർത്ത് അത് ഝാൻസി റാണിക്കെതിരെ പോരാടിയത് ഹ്യൂഗ് റോസ്. നേരത്തെ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജെയിംസ് നിക്കോൾസൺ. പിന്നെ ജോൺ നിക്കോൾസൺ. അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വധിച്ചത് വില്യം ഹോഡ്സൺ. ഇപ്പം ഝാൻസി റാണിയെ വധിച്ചതും ആരാണ്? ഹ്യൂഗ് റോസ് ആണ്. ഝാൻസി റാണിക്ക് 3 കുതിരകളാണ് ഉണ്ടായിരുന്നത്: ബാദൽ, സാരംഗി, പവൻ. ബാദൽ, സാരംഗി, പവൻ. കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. INAയുടെ വനിതാ ബറ്റാലിയനാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഝാൻസി റാണി റെജിമെൻറ്റ്. എന്നാലും ഝാൻസി റാണിയുടെ കുതിരകളായിരുന്നു ബാദൽ, സാരംഗി, പവൻ. ഈ കലാപ സമയത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബാദൽ. INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻറ്റ് എന്നാണ്. ലക്ഷ്മിഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്വാളിയാറിലാണ്. അന്നേരം ഝാൻസി റാണിയുടെ പേരിലുള്ള INAയുടെ വനിതാ ബറ്റാലിയനാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. ലക്ഷ്മിഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാറിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ. ഝാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. ഝാൻസി നഗരം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് ഝാൻസി റാണി എന്നാ മരിച്ചു പോയെന്ന് ചോദിച്ചാൽ 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഝാൻസി റാണി മരണസ്ഥലം ഏതാ? മരണമടഞ്ഞ സ്ഥലം ഗ്വാളിയാറാണ്. ഝാൻസി റാണി മരണമടഞ്ഞ സ്ഥലം ഗ്വാളിയാർ. ഝാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്രയാണ്. അന്നേരം ഝാൻസി റാണിയുടെ ജീവിതം ആസ്പദമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്രയാണ്. ഝാൻസി റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ഫിലിപ്പ് മെഡോസ് ടെയ്ലർ. ഝാൻസി റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയതാണ് ജെയിംസ് മെഡോസ് ടെയ്ലർ ആണ്. അദ്ദേഹം സീത എന്ന നോവലാണ് എഴുതിയത്. ഝാൻസി കി റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത രചിച്ചത് സുഭദ്രകുമാരി ചൗഹാൻ. ഝാൻസി കി റാണി എന്ന ഹിന്ദി കവിത രചിച്ചത് ആരാന്ന് വെച്ചാൽ സുഭദ്രകുമാരി ചൗഹാൻ. റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്ര. സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ഫിലിപ്പ് മെഡോസ് ടെയ്ലർ. ഝാൻസി കി റാണി എന്ന പ്രശസ്തമായ ഹിന്ദി കവിത രചിച്ചത് സുഭദ്രകുമാരി ചൗഹാൻ. ഇനി ഝാൻസി റാണി കുറേ വിശേഷണങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ വിശേഷിപ്പിച്ചു. അതിൽ നമുക്ക് ഫേമസ് ആയ വിശേഷണമുണ്ട്, അതെല്ലാവർക്കും അറിയാം. ജവഹർലാൽ നെഹ്റുവാണ് വിശ്വചരിത്ര അവലോകനത്തിലൂടെ വിശേഷിപ്പിച്ചത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചു ഹ്യൂഗ് റോസ്. കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണിയായിരുന്നു എന്ന് പറഞ്ഞു. അവരെക്കുറിച്ചൊരു കവിത എഴുതിയ വ്യക്തിയാണ്. ഝാൻസി കി റാണി എന്ന കവിത എഴുതിയത് ആരായിരുന്നു? സുഭദ്ര കുമാരി ചൗഹാൻ. അവരായിരുന്നു വിശേഷിപ്പിച്ചത്. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാ ദേവിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചു മഹാശ്വേതാ ദേവി. ക്യൂൻ ഓഫ് ഝാൻസി മഹാശ്വേതാ ദേവി. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെ മംഗൾ പാണ്ഡെയുടെ ആസ്പദമാക്കിയ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. കേതൻ മേത്തയായിരുന്നു നിർമ്മിച്ചത്. അത് അമീർ ഖാനായിരുന്നു മംഗൾ പാണ്ഡെയായിട്ട് വേഷമിട്ടത്.
ഇത് ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് മണികർണിക, ക്യൂൻ ഓഫ് ഝാൻസി. ഇത് സംവിധാനം ചെയ്തത് ആരാണ്? രാധാകൃഷ്ണ മുടി രാധാകൃഷ്ണ മുടിയാണ് ഇത് സംവിധാനം ചെയ്തത്. ഇതിൽ കങ്കണ റാവത്തുമുണ്ട്. മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായി വേഷമിട്ടതാരാണ്? കങ്കണ റാണത്താണ്. അന്നേരം ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയ സിനിമയാണ് മണികർണിക, ക്യൂൻ ഓഫ് ഝാൻസി. ഇത് സംവിധാനം ചെയ്തത് രാധാകൃഷ്ണ മുടിയും അതുപോലെ കങ്കണ റാവത്തുമാണ്. വേറൊരു സിനിമയാണ് മണികർണിക. ആ സിനിമയിൽ മണികർണികയായിട്ട് അഭിനയിച്ച് ഝാൻസി റാണിയായിട്ട് അഭിനയിച്ച ആരാണ്? കങ്കണ റാവത്ത്. ഇനിയുള്ളൊരു വ്യക്തിയാണ് നാനാ സാഹിബ്. പേഷ്യ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രൻ. പേഷ്യ ബാജിറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനാണ് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ ഇദ്ദേഹത്തിന് നിഷേധിച്ചു. ദത്തുപുത്രനൊന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു രീതിയായിരുന്നല്ലോ ദത്തവകാശ നിരോധനത്തിലൂടെ വരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് പെൻഷൻ നിരോധിച്ചതായിരുന്നു ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള കാരണം. കാൺപൂരിൽ നടന്ന ഉപരോധത്തിന് കൂട്ടക്കൊലയ്ക്കും, അതായത് ബിബിഖർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബ്. ബിബിഖർ കൂട്ടക്കൊല. ബിബിക്ക് 2 ബിബി എന്ന് വരുന്നു, നാനായ്ക്ക് നാന, രണ്ടും ഒരേ അക്ഷരം ആവർത്തിച്ചു വരുന്നു. ബിബിഖർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബ്. ബിബിഖർ കൂട്ടക്കൊല നടന്നത് എവിടാണ്? കാൺപൂരിലാണ്. 3-ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബാണ്. 3-ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു നാനാ സാഹിബ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ്. നാനാ സാഹിബ് എങ്ങോട്ടാണ് പോയത്? നേപ്പാളിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. 1857 കലാപത്തിന് മുമ്പ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ട് 6:1 ആണ്. 1857 കലാപത്തിനു ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം 2:1 ആയിരുന്നു. അന്നേരം കലാപത്തിന് മുമ്പ് 6:1 ആയിരുന്നു, കലാപത്തിന് ശേഷം 2:1 ആയി. ഇനി അടുത്ത വ്യക്തിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പി എന്ന് പറഞ്ഞാൽ നാനാ സാഹിബിൻ്റെ സൈനിക മേധാവിയായിരുന്നു ആര്? താന്തിയ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. അന്നേരം കേരളത്തിലും അതേപോലെ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച ഒരാളുണ്ട്, പഴശ്ശിരാജ. താന്തിയ തോപ്പി പരാജയപ്പെടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കോളിൻ ക്യാമ്പൽ. എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ച് തൊപ്പിയൂരി. കോളിൻ ക്യാമ്പലാണ് ആരെ പരാജയപ്പെടുത്തിയത്? താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത്. ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഹ്യൂഗ് റോസ്. ഝാൻസി റാണി ഒരു റോസാപ്പൂ പോലെയാണ്. അതുപോലെ ഇത് ബെല്ലടിച്ച് തൊപ്പിയൂരി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. താന്തിയ തോപ്പി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. 1859 ഏപ്രിൽ 18-നാണ്. 1859 ഏപ്രിൽ 18-നാണ് താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയത്. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലമാണ് ശിവപുരി. മധ്യപ്രദേശിലാണ് ശിവപുരി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ശിവപുരിയാണ്. ഇനി ഇവർക്കൊക്കെ ഒരു യഥാർത്ഥ നാമങ്ങളുണ്ട്. നാനാ സാഹിബിന് ഒരു യഥാർത്ഥ നാമമുണ്ട്. എന്തുവാണ്? ദോണ്ടു പന്ത്. നാനാ സാഹിബിന് ദോണ്ടു പന്ത്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. റാണി ലക്ഷ്മിബായിക്ക് നമ്മൾ കുറച്ച് പേരുകൾ പഠിച്ചായിരുന്നു. അതിൽ അവരുടെ യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. അവരുടെ മറ്റു പേരുകളാണ് മനുബായി, ചബേലി, ലക്ഷ്മിബായി. അന്നേരം നാനാ സാഹിബിൻ്റെ പേര് ദോണ്ടു പന്ത്, താന്തിയ തോപ്പി, രാമചന്ദ്ര പാണ്ഡുരംഗ്, റാണി ലക്ഷ്മിബായി, മണികർണിക. ഇനി 1857 കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗിനാണ്. വന്ധ്യവയോധികൻ കൻവർ സിംഗ്. ജവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി. ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. അംബാസിഡർ അസീമുള്ള ഖാൻ. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരെയാണ്? കൻവർ സിംഗിനെയാണ്. അന്നേരം 1857 വന്ധ്യവയോധികൻ കൻവർ സിംഗ്, 1857 ജവാൻ ഓഫ് ആർക്ക് ഝാൻസി റാണി, 1857 ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്, അംബാസഡർ അസീമുള്ള ഖാൻ. ബീഹാർ സിംഹമാണ് കൻവർ സിംഗ്.